Good morning. Good morning. Okay. So class start ചെയ്യുന്നുണ്ട്. Congrats for getting good marks in FY University exam. Okay. ആരാ ടോപ്പർ? നോക്കിയായിരുന്നു നിങ്ങൾ? ഫസ്റ്റ് മാർക്ക് ആർക്കാ നോക്കിയായിരുന്നു? അങ്ങനെ നോക്കാറില്ലേ? CGPA വെച്ച് കമ്പയർ ചെയ്തില്ലേ നിങ്ങൾ? അർജുൻ പറഞ്ഞില്ല, അതൊന്നും പറഞ്ഞില്ല. അല്ല, അറിയില്ല. അങ്ങനെ അതൊന്നും പറഞ്ഞില്ലേ? മനസ്സിലായില്ല. GPA ആയിട്ട് ഇട്ടിട്ടില്ല. ഏതിലിട്ടിട്ടില്ല? സാധാരണ അതിൻ്റെ അകത്ത് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലോഗിൻ ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ അറിയത്തുള്ളൂ. മനസ്സിലായില്ല. ഇൻഡിവിജ്വൽ ആയിട്ട് അറിയില്ലേ നിങ്ങളുടെ? അതറിയാം. വിഷ്ണുപ്രിയ. എന്താ ചോദിച്ചത്? വിഷ്ണുപ്രിയ കേട്ടില്ല. വിഷ്ണുപ്രിയ ടോപ്പർ. ക്ലിയർ ആവുന്നല്ലോ എനിക്ക്. വിഷ്ണുപ്രിയ നമ്മുടെ ക്ലാസ്സിലെ അവളാ ടോപ്പർ. വിഷ്ണുപ്രിയ ആയിരിക്കും. അല്ല, അവളാണ്. ആണോ? പാർവതി ഇല്ലേ? വിഷ്ണുപ്രിയക്ക് എത്രയാ CGPA? 9.7 എന്നാ പറഞ്ഞു. 9.7. ആ. 9.65 ആണോ? അതറിയില്ല. 9.7. പാർവതിക്ക് ഉണ്ടെന്ന് തോന്നുന്നു 9.65. റോൾ നമ്പർ രജിസ്റ്റർ നമ്പർ 31 36. 31 ആരാ? ഞാന് 31 ചെക്ക് ചെയ്തായിരുന്നോ? പാർവതി ചെക്ക് ചെയ്തായിരുന്നോ? CGPA എത്രയാ? CGPA നോക്കിയില്ല മിസ്. അതെന്താ? അല്ല, റിസൾട്ട് മാത്രം നോക്കിയതേ ഉള്ളൂ. CGPA നോക്കിയില്ല. നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഇതിൽ കാണില്ലേ റിസൾട്ട്? CGPA കാണാൻ പറ്റില്ല.
ആ റിസൾട്ട് വന്നപ്പോ എടുത്തു നോക്കിയപ്പോ സൈറ്റിൽ കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലെറ്റ്സ് നോക്ക് കേട്ടോ. 9.65 കാണുന്നത്. ഓക്കെ. ആ അതുപോലെ സെക്കൻഡ് മറിയാൻ തോന്നുന്നു. 24 അല്ലേ മറിയ? മറിയ രജിസ്റ്റർ നമ്പർ 24 ആരാ? ഓക്കെ. ആ വിഷ്ണുപ്രിയയ്ക്കും പാർവതിക്കുണ്ട്. 24 മറിയെന്ന് തോന്നുന്നു. മറിയ സെക്കൻഡാന്ന് തോന്നുന്നു. 9.57 ആണെന്ന് തോന്നുന്നു കേട്ടോ സി ജി. ഓക്കെ. സോറി സി ജി പി അല്ലേ, CGP അല്ലേ. ഓക്കെ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ ലാസ്റ്റ് ടോപ്പിക് സിമ്പിൾ കോഡ് ജനറേഷൻ അൽഗോരിതം. ഇനി ആരെങ്കിലും കയറാനുണ്ടോ? എത്ര പേരേ ഉള്ളൂ? ആർക്കൊക്കെ? 4 പേർക്കല്ലേ എക്സാം ഉള്ളൂ? കാൽക്കുലേഷൻ. Code generation algorithm. Simple code generator. Okay. So, in code generation algorithm, here we have two descriptors. One is termed as register descriptor, and the other is address descriptor. Register descriptor and address descriptor. So register descriptor which keeps track of what is currently in the register. Okay, keep track of the values in the register. Keep track of the values which are present in the register. Okay, so ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആ രജിസ്റ്ററുടെ വാല്യൂ എന്താണെന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് രജിസ്റ്റർ ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുന്നത്. Okay, so address descriptor എന്ന് പറയുമ്പോൾ it specifies the location where the current value is stored. Address descriptor എന്ന് പറയുന്നത് എന്താണ്? ഏത് ലൊക്കേഷനിലാണ് ആ പെർട്ടിക്കുലർ വാല്യൂ ഉള്ളത്. ഓക്കെ. സോ അതായത് ഒന്നിൽ ആ വാല്യൂ എന്ന് പറയുന്നത് രജിസ്റ്ററിലാവാം, അല്ലെങ്കിൽ മെമ്മറിയിലാവാം, അല്ലെങ്കിൽ സ്റ്റാക്കിലാവാം. അപ്പം ആ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് ഇതിലാണുള്ളത്, ഏത് ലൊക്കേഷനിലാണ്, ആ ലൊക്കേഷനെ സ്പെസിഫൈ ചെയ്യുന്നതാണ് അഡ്രസ് ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ. രജിസ്റ്റർ ഡിസ്ക്രിപ്റ്റർ കീപ് ട്രാക്ക് ഓഫ് വാട്ട് ഇസ് ദ വാല്യൂ ഇൻ ദ രജിസ്റ്റർ. അഡ്രസ് ഡിസ്ക്രിപ്റ്റർ കീപ് ട്രാക്ക് ഓഫ് എന്താണ് ദ ലൊക്കേഷൻ വേർ ദ പെർട്ടിക്കുലർ കറണ്ട് വേരിയബിളിൻ്റെ വാല്യൂ ഏത് ലൊക്കേഷനിലാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അഡ്രസ് ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇത് ക്ലിയർ ആണത്? റെസ്പോണ്ട് ചെയ്യത്തില്ലേ? Next is a simple code generation algorithm. Okay, so algorithmത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിന് മുമ്പ് ആദ്യം ഇവിടെ എടുക്കുന്നത് എന്താണ്? Here we are considering the pre-address statement, and from the pre-address statement here we are generating എന്താണ്? ഈ കോഡ്, ടാർഗറ്റ് കോഡാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. From the pre-address statement here we are generating the code. Okay, target code generate ചെയ്യാം. Okay, so target code of particular block, ഓരോ ബ്ലോക്ക് ബൈ ബ്ലോക്ക് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. So the first step is invoke
ഇൻവോക്ക് സ്റ്റെപ്പായിട്ട് തന്നെ എഴുതിക്കോളൂ. ഇൻവോക്ക് എ ഫംഗ്ഷൻ SREG to determine the location L where the result of computation y of z should be true. Okay, so if our three-address statement is x is equal to y operator z ആണെങ്കിൽ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, we are invoking a function to investigate REG to determine എന്താണ് the location where we need to store the result of y of z. ഓക്കെ, അതായത് ആ 3-address സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ആ ലൊക്കേഷൻ ആദ്യം ഡിറ്റർമൈൻ ചെയ്യാൻ യൂസിങ് ഏത് ഫംഗ്ഷൻ, get REG ഫംഗ്ഷൻ. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ്. സോ ഇവിടെ നമുക്ക് പെർഫോം ചെയ്യേണ്ടത് എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു വൈ ഓപ്പറേറ്റർ സെഡ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഇതെവിടെ സ്റ്റോർ ചെയ്യണം എന്നുള്ള ലൊക്കേഷൻ എടുത്തു. സെക്കൻഡ് സ്റ്റെപ്പ്, സോ സെക്കൻഡ് സ്റ്റെപ്പ് എടുത്തു, കൺസൾട്ട് ദി address descriptor for y to determine y dash the current location of y. Okay, ഈ y dash ഈ സ്റ്റെപ്പ് ആദ്യം എഴുതിയിട്ട് എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൺസൾട്ട് ദി അഡ്രസ് ഡിസ്ക്രിപ്റ്റർ ഫോർ y to determine y dash the current location of y. Refer the register for y dash if the value of y is currently both in memory and register. Okay, next point, if the value of y is not already in L, generate the instruction move y dash comma L to place a copy of y in L. Y in L. എന്തെങ്കിലും മനസ്സിലായത്? ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, ഇതാണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട എന്താണ് 3-address കോഡ് ജനറേറ്റ് ചെയ്യേണ്ട 3-address സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്, ഹിയർ വി ആർ ചെക്കിങ് ദി അഡ്രസ് ഡിസ്ക്രിപ്റ്റർ ഓഫ് y. അതായത് y എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾറെഡി ഏതെങ്കിലും രജിസ്റ്ററിൽ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. രജിസ്റ്ററിലോ മെമ്മറിയിലോ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. സോ അതായത് y എന്ന് പറയുന്ന വേരിയബിൾ ഓൾറെഡി ഏതെങ്കിലും രജിസ്റ്ററിലോ മെമ്മറിയിലോ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ ഇഫ് ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അത് തന്നെ ആ രജിസ്റ്റർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, വി നീഡ് ടു പ്രിഫർ രജിസ്റ്റർ ആൻഡ് മെമ്മറി ലൊക്കേഷൻ. So if the value is present in both registers and memory location ആണെങ്കിൽ ഏതാ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്, we need to consider the register. Okay, so for example if the value is y-യുടെ വാല്യൂ R1 എന്നുള്ള രജിസ്റ്ററിലുണ്ടെങ്കിൽ ആൻഡ് R1 എന്നുള്ള രജിസ്റ്ററിലും മെമ്മറി ലൊക്കേഷൻ 1000 ഉണ്ടെങ്കിൽ we need to prefer എന്താണ്, രജിസ്റ്റർ പ്രിഫർ ചെയ്യുക. ഓക്കെ, സോ അതായത് അടുത്ത ഇൻസ്ട്രക്ഷൻ എഴുതുമ്പോൾ ജസ്റ്റ് എന്ത് എഴുതിയാൽ മതി, ആഡ് എന്നുള്ള ഇൻസ്ട്രക്ഷനിൽ R1 യൂസ് ചെയ്താൽ മതി. വിച്ച് മീൻസ് എന്താണ്, here we are using the value y there. Okay, so y എന്നുള്ള വാല്യൂ ഓൾറെഡി ഏത് രജിസ്റ്ററിലുണ്ട്, R1 എന്നുള്ള രജിസ്റ്ററിലുണ്ട്. ഓക്കെ, സോ ഇനി ഇത് രണ്ടും ഇല്ല, രജിസ്റ്ററിലും ഇല്ല, ഒരു സ്ഥലത്തും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, you need to generate the instruction. എന്ത് ജനറേറ്റ് ചെയ്യുക, y എന്ന് പറയുന്ന വാല്യൂവിനെ ഏതെങ്കിലും ഒരു രജിസ്റ്ററിൽ യൂസ് ചെയ്യുക. ഓക്കെ, ഇത് ക്ലിയർ? Okay, so listen. If there is a first step മനസ്സിലായല്ലോ. ഫസ്റ്റ്
എൽ എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ജനറേറ്റ് ചെയ്യുക, അതായത് ഇൻ ഓർഡർ ടു സ്റ്റോർ ദി റിസൾട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി നീഡ് ടു ചെക്ക് വെദർ ദി അഡ്രസ് ഡിസ്ക്രിപ്റ്റർ ഓഫ് ഫയൽ. അഡ്രസ് ഡിസ്ക്രിപ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? അഡ്രസ് ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ആ പറയുന്ന വേരിയബിൾ ഓൾറെഡി ഏതെങ്കിലും ലൊക്കേഷനിലുണ്ടോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ അഥവാ അത് 2 ലൊക്കേഷനിലുണ്ടെന്ന് വെച്ചോ, രജിസ്റ്ററിൽ മെമ്മറിയിലുണ്ടെങ്കിൽ നമ്മൾ ഏതാ പ്രിഫർ ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു രജിസ്റ്റർ. ഓക്കെ, ആൻഡ് ഓൾസോ ഇഫ് ഇറ്റ് ഇസ് നോട്ട് ദെയർ, രജിസ്റ്റേഴ്സിലില്ല, മെമ്മറിയിലില്ലെങ്കിൽ, ദെൻ വി നീഡ് ടു ജനറേറ്റ് ദി ഇൻസ്ട്രക്ഷൻ. അതായത് ആ വാല്യൂവിനെ ഏതിലേക്ക് മൂവ് ചെയ്യുക? മൂവ് ടു എ രജിസ്റ്റർ. ദാറ്റ് ഇസ് മൂവ് y ഡാഷ് കോമ വെൽ. ഇറ്റ് മീൻസ് എന്താണ്? വൈ ഡാഷ് എന്നല്ല നമ്മൾ കൊടുക്കാറ്, നോർമലി വേരിയബിൾ y ആയിരിക്കും, y കോമ എന്നായിരിക്കും കൊടുക്കുക. ദാറ്റ് മീൻസ് എന്താണ്? വേരിയബിൾ വൈനെ എവിടേക്ക് മൂവ് ചെയ്യുക? ഒരു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുക. ക്ലിയർ? ക്ലിയറായോ? ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതിപ്പം ഫസ്റ്റ് വൈയുടെ കേസ് നോക്കി. അപ്പം എപ്പോഴും പ്രീ അഡ്രസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഹിയർ വി ഹാവ് 3 ഓപ്പറൻസ് there. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്പറൻറ്റിൻ്റെ കേസാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എഗെയിൻ എന്താണ്? തേർഡ് സ്റ്റെപ്പിൽ ഈ സെഡിനെ മൂവ് ചെയ്യുന്ന പകരം എന്താ ചെയ്യുന്നത്? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യാറുണ്ട്. ഓക്കെ, സോ അതിൻ്റെ സ്റ്റെപ്പ് ചെയ്തിരിക്കും. ജനറേറ്റ് ദി ഇൻസ്ട്രക്ഷൻ, OP set dash comma L, where set dash is the current location of set, the dash is the current location of Z. Again prefer a register to memory location. Okay, again prefer a register to memory location. If Z is in both, update the address descriptor of X, to indicate X is in the location N. Z is in both, update the address descriptor of X to indicate that X is in the location N. മനസ്സിലായോ? സോ ലിസൺ, ഹിയർ ഒക്കെ എന്താ ചെയ്യുന്നത്? ഇപ്പം അടുത്ത സ്റ്റെപ്പിൽ എന്താ ജനറേറ്റ് ചെയ്യേണ്ടത്? ഓഫ് ഇസ് എ ഡാഷ് പെർഫോം ചെയ്യാം. അത് ഓഫ് ഇസ് എ ഡാഷ് കോമ എൽ. ഓക്കെ, എഗെയിൻ എന്ത് തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്? വെദർ ഇസ് എ ഡാഷ് എന്നുള്ള വേരിയബിൾ വാല്യൂ എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണോ ഇല്ലേന്ന് നമ്മൾ നോക്കാം. ഇല്ലെങ്കിൽ അത് രജിസ്റ്ററിലോട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അഥവാ ഇത് പ്രസന്റ് ബോത്ത് ആണെങ്കിൽ ഏതാ കൺസിഡർ ചെയ്യേണ്ടത്? എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് രജിസ്റ്റർ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഓൾസോ എന്ത് അപ്ഡേറ്റ് ചെയ്യണം? ഈ ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അപ്ഡേറ്റ് ദി അഡ്രസ് ഡിസ്ക്രിപ്റ്റർ ഓഫ് എക്സ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് എക്സ് ഇസ് ഇൻ ദ ലൊക്കേഷൻ. ഓക്കെ, സോ എക്സിൻ്റെ ലൊക്കേഷനെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എക്സിൻ്റെ ലൊക്കേഷൻ പറയുന്നത് എന്താണ്? എക്സിൻ്റെ ലൊക്കേഷൻ എന്നാണെങ്കിൽ അതിൻ്റെ വാല്യൂ. ഓക്കെ, സോ എക്സിൻ്റെ ലൊക്കേഷൻസിനെ അപ്ഡേറ്റ് ചെയ്യുക. അഡ്രസ് ഡിസ്ക്രിപ്റ്റർ ഓഫ് എക്സ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് എക്സ് ഇസ് ഇൻ എക്സ്. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. Can consider an example. So given expression b is equal to a minus c plus a minus c plus a minus. Okay. Now first we need to generate the 3 address statement. ഇതിന്റെ 3 address statement എന്താണ്? 3 address statement what's the 3 address statement?
ത്രീ അഡ്രസ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അറിയില്ല ആർക്കും? എങ്ങനെയാണ് ത്രീ അഡ്രസ് സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക? സ്റ്റോർ ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് വേറെ രജിസ്റ്ററിലോട്ടേക്ക് നൽകും. പറഞ്ഞു. ആദ്യം എയുടെ വാല്യൂ എടുക്കുക. അല്ല, ഫസ്റ്റ് ത്രീ അഡ്രസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ജനറേറ്റ് ചെയ്യും. ത്രീ അഡ്രസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ജനറേറ്റ് ചെയ്യും. ഈ എക്സ്പ്രഷനെ ഡിവൈഡ് ചെയ്യാം. എങ്ങനെ നമുക്ക് ത്രീ അഡ്രസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം? എ മൈനസ് ബിനെ ഇതിൻ്റെ അകത്തോട്ട് സെൻഡ് ചെയ്യും. T1 T2 എന്നല്ലേ നമ്മൾ യൂസ് ചെയ്യാറ്. ഇവിടെ നമ്മൾ എന്താണ് സ്കോർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടെമ്പററി വേരിയബിൾസ് PUB അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ടെമ്പററി വേരിയബിൾസ് എടുക്കാം. ഓക്കെ, സോ ഇതിൽ ഇല്ലാത്ത വേരിയബിൾസ് നമുക്ക് എടുക്കാം. സോ ലെറ്റ് അപ്പം എയും ബിയും നമ്മൾ എവിടെ രജിസ്റ്ററിലോട്ട് വല്ലതും മാറ്റണം? എന്താ എയും ബിയും രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യണം. അതെങ്ങനെയാണ് മൂവ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നോക്കാം എങ്ങനെയാണ് ഈ അഡ്രസ് ഡിസ്ക്രിപ്റ്റർ വർക്ക് ചെയ്യുന്നത്. രജിസ്റ്റർ ഡിസ്ക്രിപ്റ്ററും അഡ്രസ് ഡിസ്ക്രിപ്റ്ററും എന്താ വരുന്നത് നോക്കാം. ഓക്കെ, സോ ലിസൺ. ഇതിൽ ഫസ്റ്റ് എന്താണ് A മൈനസ് B കമ്പ്യൂട്ട് ചെയ്യാം. സോ ലെറ്റ് us സ്റ്റോർ ദ വാല്യൂ ഇൻ വേരിയബിൾ ഏതാണ് T0. ദെൻ യുന്ന് ഞാനൊരു വേരിയബിൾ എടുത്തിട്ടുണ്ട്. T1 T2 T3ക്ക് പകരമാണ് ഈ TU എന്നുള്ള വേരിയബിൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ U ഇസ് ഈക്വൽ ടു A മൈനസ് C. വീണ്ടും A മൈനസ് C കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. ഓക്കെ, ദെൻ നോക്ക്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ പെർഫോം ചെയ്യേണ്ടത്? ഇതും ആഡ് ചെയ്യണം അല്ലേ. സോ ഐ ക്യാൻ ടേക്ക് എ ന്യൂ ടെമ്പററി വേരിയബിൾ എസ് B. B ഇസ് ഈക്വൽ ടു T പ്ലസ് U. അപ്പോൾ എന്താ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളത്? A മൈനസ് സിയും A പ്ലസ് സിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം? പുതിയൊരു ഡിയിലേക്ക് എന്ത് അസൈൻ ചെയ്യാം? ഡിയിലേക്ക് എന്ത് അസൈൻ ചെയ്യാം? വിയും പിന്നെ V plus U ചെയ്യും. Okay, so this is the three address statement. Okay, understand? Now we need to generate the target code using two registers. Let the registers be R0 and R1. Okay, so നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന കോഡിൻ്റെ രണ്ട് രജിസ്റ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, R0 ആൻഡ് R1. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ത്രീ അഡ്രസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു പെർഫോം വി നീഡ് ടു കൺവേർട്ട് ദിസ് ത്രീ അഡ്രസ് സ്റ്റേറ്റ്മെൻറ്റ് ടു കോഡ്. സോ ഇവിടെ രണ്ട് രജിസ്റ്റേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, R0 ആൻഡ് R1. സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് കോളത്തിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എഴുതാം. So the next is code generated. And the next is register descriptor. And the next is address descriptor. നിങ്ങൾ ഫുള്ളായിട്ട് എഴുതിക്കോ address descriptor. Okay, so first statement എന്താണ്? T is equal to A minus B. T is equal to A minus B. Okay, so first അപ്പോൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇതിനൊരു ലൊക്കേഷൻ അസൈൻ ചെയ്യുക ബൈ യൂസിങ് ഗെറ്റ് REG ഫംഗ്ഷൻ. ഗെറ്റ് REG ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്താണ് ഗെറ്റ് REG ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുക. സോ ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെക്ക് ചെയ്യുക? നമ്മൾ A എന്ന് പറയുന്ന വേരിയബിൾ ഓൾറെഡി ഏതെങ്കിലും രജിസ്റ്റേഴ്സിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യും. ഓക്കെ, സോ ഇനിഷ്യലി എന്താണ് ഈ വേരിയബിൾ എവിടെയും ഇല്ല. ഓക്കെ, സോ എന്ത് മൂവ് ചെയ്യാം? എനെ ഏത് വേരിയബിളിലേക്ക് മൂവ് ചെയ്യാം? ലെറ്റ് us മൂവ് ടു വേരിയബിൾ R0 എന്നുള്ള രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആണോ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ബിനെ ചെയ്യണ്ടേ? എനിക്ക് ബി ചെയ്യണ്ട. ഓക്കെ ആണോ? സെക്കൻഡ് സ്റ്റെപ്പാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അല്ലേ? സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ്? ഈ സെർച്ച് ഫോർ എന്താണ്? എയുടെ വേരിയബിൾ എ എന്ന് പറയുന്ന
വേരിയബിൾ ഓൾറെഡി ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്തു, ഇല്ല. അപ്പോൾ എന്താണ് മൂവ് ചെയ്തത്? എനെ R0യിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ. സോ ഇനിഷ്യലി എന്താണ്, 2 രജിസ്റ്റേഴ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ 2 രജിസ്റ്റേഴ്സും ഇനിഷ്യലി എന്തായിരിക്കും? എം ടി ആയിരിക്കും അല്ലേ? ഇനിഷ്യലി R0യിലും R1ലും വാല്യൂ ഒന്നുമില്ല. രജിസ്റ്റർ ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്? രജിസ്റ്ററിൽ എന്താ വാല്യൂ എന്നാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. ഓക്കെ. സോ നെക്സ്റ്റ് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? തേർഡ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? തേർഡ് സ്റ്റെപ്പ് എന്താണ്? ഈ ബീനെ മൂവ് ചെയ്യുന്ന പകരം തേർഡ് സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? ബാക്കി ഈ ഓപ്പറേറ്റർ എന്താണോ അതിനനുസരിച്ച് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യാൻ പറയുന്നത്. ദാറ്റ് ഇസ് മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താ പെർഫോം ചെയ്യുക? സബ് എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് കിട്ടുക. ബീനെ മൂവ് ചെയ്യുന്ന പകരം എന്താണ് അവിടെ ചെയ്യുന്നത്? ആ ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഈ സെർച്ച് വെദർ ദിസ് പെർട്ടിക്കുലർ വേരിയബിൾ ഇസ് ഇൻ രജിസ്റ്റർ ഓർ നോട്ട്. ഓക്കെ. സോ രജിസ്റ്ററിൽ ഉണ്ടെങ്കിൽ ആ രജിസ്റ്റർ ആയിരിക്കും നമ്മൾ വിളിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ആ വാല്യൂവിനെ എവിടേക്ക് മൂവ് ചെയ്യുക? മൂവ് ടു സം അതർ രജിസ്റ്റർ. ഓക്കെ. സോ സിൻസ് ഹിയർ വി ആർ യൂസിങ് എന്താണ്? ഒറ്റ ഒരു രജിസ്റ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് മൂവ് ചെയ്യാം? ഈ വാല്യൂ തന്നെ R0യിലേക്ക് തന്നെ മൂവ് ചെയ്യാം. ഓക്കെ. R0യിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? R0 ഇസ് ഈക്വൽ ടു A മൈനസ് B ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. A-B ചെയ്തിട്ട് R0 അല്ലേ? ഏതാ? A-B ചെയ്തിട്ട് R0യിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. A-B ചെയ്തിട്ട് R0യിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇപ്പം രജിസ്റ്റർ R0യിൽ എന്താ കണ്ടൻസ് ഉള്ളത്? R0 കണ്ടെയ്ൻ ചെയ്താണ് A മൈനസ് ബി. A മൈനസ് ബിയുടെ വേരിയബിൾ ഏതാണ്? അല്ലേ? സി എന്നുള്ള ടെമ്പററി വേരിയബിൾ അല്ലേ A മൈനസ് ബി നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ഓക്കെ. സോ വി ക്യാൻ റൈറ്റ് എന്താണ്? R0 കണ്ടെയ്ൻ സി. ഫുള്ളായിട്ട് എഴുതണേ, എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതുന്നത്. സോ R0 കണ്ടെയ്ൻ സി. ഓക്കെ. ദെൻ അഡ്രസ് ഡിസ്ക്രിപ്റ്റർ എടുക്കുമ്പോൾ അഡ്രസ് ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പറയുന്ന വാല്യൂ ഇപ്പം നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത റിസൾട്ട് ഏത് ലൊക്കേഷനിലാണെന്നുള്ളതാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇത് സ്പെസിഫൈ എന്താണ്? ഇപ്പോൾ കമ്പ്യൂട്ട് ചെയ്ത റിസൾട്ട് ടു അപ്ഡേറ്റ് അഡ്രസ് ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ എവിടെയാണെന്നുള്ളത്. ഓക്കെ. സോ ഹിയർ ടി ഇസ് ഇൻ R0 അല്ലേ? ടി എന്ന് പറയുന്ന വാല്യൂ വേരിയബിൾ ഇസ് ഇൻ രജിസ്റ്റർ R0. ഇത് ക്ലിയർ? ഈ സ്റ്റെപ്പ് ക്ലിയർ ആണ്? സ്റ്റെപ്പ് ക്ലിയർ ആണോ? ഈ ലാസ്റ്റ് രജിസ്റ്ററിൽ ലാസ്റ്റ് ഉള്ള എലമെന്റ് ആണോ ഈ ഫൈനൽ കോളത്തിൽ എഴുതുന്ന അഡ്രസ് ഡിസ്ക്രിപ്റ്ററിൽ ഇപ്പം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന വാല്യൂസ് ഇല്ലേ? കമ്പ്യൂട്ട് ചെയ്യുന്ന വാല്യൂ ഇപ്പം ഞാൻ എന്താ കമ്പ്യൂട്ട് ചെയ്തത്? ടി ഇസ് ഈക്വൽ ടു A മൈനസ് ബി ആണ് കമ്പ്യൂട്ട് ചെയ്തത്. അപ്പോൾ ടി എന്ന് പറയുന്ന റിസൾട്ട് ഏത് വേരിയബിളാണുള്ളത്? എനിക്ക് ടി എന്ന് പറയുന്ന റിസൾട്ട് ഏത് രജിസ്റ്ററിലാണുള്ളത്? R0. മനസ്സിലായോ? മനസ്സിലായി. റിസൾട്ട് ഏത് രജിസ്റ്ററാണെന്നുള്ളത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്ക്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ്? നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? U ഇസ് ഈക്വൽ ടു A മൈനസ് ബി. A മൈനസ് ബി. ഓക്കെ. ഓക്കെ. സോ ഹിയർ ഇപ്പോഴും വീണ്ടും ചെക്ക് ചെയ്യുക. A എന്ന് പറയുന്ന വേരിയബിൾ രജിസ്റ്ററിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടോ? ഇവിടെ ഇല്ല. നമ്മൾ ഈവൻതോ അത് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ രജിസ്റ്ററിൻ്റെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം A എന്ന് പറയുന്ന വാല്യൂ ഇസ് നോട്ട് ഇൻ രജിസ്റ്റർ. എന്താണ്? R0. R0യിലുള്ള വാല്യൂ എന്താണ്? C എന്നുള്ള വാല്യൂ ആണല്ലോ. ഓക്കെ. സോ അപ്പം A എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ഇസ് നോട്ട് എഗെയിൻ ഇൻ ദി രജിസ്റ്റർ. സോ ഏത് ഒരു രജിസ്റ്ററിലോ എവിടെയും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക? വീണ്ടും എന്ത് ഇൻസ്ട്രക്ഷൻ കോൾ ചെയ്യുക? മൂവ് A, R1. 2 രജിസ്റ്റർ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ എന്ത് മൂവ് ചെയ്യുക? A, R1. ഓക്കെ. Is it clear?
അതെ മിസ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഉള്ളത്? ഇപ്പം R0 എന്താ കണ്ടൻസ് ഉള്ളത്? R0 കണ്ടെയ്ൻസ് C ആണേ. ഓക്കെ, ദെൻ R0 വീണ്ടും എഴുതണോ? അതും എഴുതണം. ഈ 2 രജിസ്റ്റേഴ്സ് മാത്രമല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഓക്കെ, സോ ഈ സ്റ്റെപ്പിൽ നമ്മൾ എന്താ എടുക്കുന്നത്? വെറും R1 വെച്ചിട്ടാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഒന്ന് പറ. നെക്സ്റ്റ് എന്തായിരിക്കും നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ? സബ് C, R1. സബ് C, R1. സോ എന്ത് ചെയ്ത് ഇവിടെ സബ് C, R1 പെർഫോം ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇവിടെ R1 എന്താ വാല്യൂ ഉള്ളത്? R1 contains U ആണ് അല്ലേ? റിസൾട്ട് ഇസ് പ്രസന്റ് ഇൻ രജിസ്റ്റർ ഏതാണ്? R1. ഓക്കെ, സോ ഇതിന്റെ അഡ്രസ് ഡിസ്ക്രിപ്റ്റർ ഇവിടെ ഇപ്പം നമുക്ക് വേറെ ചേഞ്ചസ് ഒന്നും വരില്ല. റീസൺ എന്താണ്? ഈ വാല്യൂ തന്നെയായിരിക്കും നമ്മുടെ രജിസ്റ്ററിൽ ഉണ്ടാവുക. നോർമലി ചില കേസസിൽ എന്താണ്, ഈ രജിസ്റ്റർ ഇപ്പം 2 രജിസ്റ്റർ നമുക്ക് യൂസ് ചെയ്യണം. 2 രജിസ്റ്റേഴ്സും എനിക്ക് ഓപ്പറേഷനിൽ വേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അത് എനിക്ക് മെമ്മറിയിലൊക്കെ മൂവ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ഈ അഡ്രസ് ഡിസ്ക്രിപ്റ്ററിന്റെ വാല്യൂ മാറുന്നത്. അതല്ലെങ്കിൽ എന്താണ്, ഇവിടെ ഉള്ള വാല്യൂ തന്നെയായിരിക്കും, അത് നേരെ തിരിച്ച് തന്നെയായിരിക്കും എഴുതുക. അതായത് R0 and U in R1. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ്? നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? B is equal to T plus C. B is equal to T plus C. സോ V is equal to T plus U ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സെർച്ച് ചെയ്യാം? സിയുടെ വാല്യൂ രജിസ്റ്ററിൽ ഉണ്ടോ എന്നുള്ളത് നോക്കാം അല്ലേ? സിയുടെ വാല്യൂ രജിസ്റ്ററിൽ ഇല്ലേ? ഏത് രജിസ്റ്ററിലുണ്ട്? R0 ഉണ്ട്. യുടെ വാല്യൂ രജിസ്റ്ററിലുണ്ടോ? R1 ഉണ്ട്. അപ്പൊ അത് രണ്ടും നമുക്ക് എന്ത് പെർഫോം ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ദ ഇൻസ്ട്രക്ഷൻ B ഞാൻ മായ്ക്കാണ്. സെയിം ഓർഡറിൽ എഴുതണമെങ്കിൽ so here we need to compute എന്താണ്? E is equal to T plus E. Okay, so already T is in register ഏതാണ്? R0 and U is in register R1. So we can directly perform എന്താണ്? add എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാം. add R1, R0. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ടാണ് R0, R1 എഴുതാത്തതെന്നുള്ളത്. റീസൺ നമുക്ക് ദ വാല്യൂ ഓഫ് U വീണ്ടും നമുക്ക് ആവശ്യമാണ്. U ഇസ് ഇൻ രജിസ്റ്റർ R1 ആണ്. സോ ദിസ് ഇസ് അവർ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ അല്ലേ? അപ്പം ഇവിടേക്ക് R1 എഴുതി കഴിഞ്ഞാൽ ഓൾറെഡി R1ലുള്ള വാല്യൂ നമുക്ക് ലോസ് ആവും. അപ്പോൾ ഇപ്പം അപ്ഡേറ്റ് ചെയ്ത വാല്യൂ ആയിരിക്കും ഏതിലുണ്ടാവുക? R1ലുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണോ ഇത്? ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് എന്താണ്? ആഡ് R1, R0. അപ്പോൾ രജിസ്റ്റർ കണ്ടൻസ് ഒന്ന് എഴുതിക്ക്. ഇത് കഴിയുമ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വാട്ട്സ് ദ വാല്യൂ ഇൻ രജിസ്റ്റർ R0 കണ്ടെയ്ൻ B ആണ്. R1 കണ്ടെയ്ൻ U തന്നെ. ഓക്കെ, അപ്പോൾ അഡ്രസ് ഡിസ്ക്രിപ്റ്റർ നമുക്ക് എഴുതാം. ദാറ്റ് ഇസ് U in R1 and B in R0. Okay. Okay, so the last statement എന്താണ്? D is equal to B plus G. Okay, so here also B is in register ഏതാണ്? R1 and B is in register R0 and U is in register R1. അപ്പോൾ നമുക്ക് എന്ത് പെർഫോം ചെയ്താൽ മതി? അഡീഷൻ പെർഫോം ചെയ്താൽ മതി. ഇവിടെ അപ്പം ആഡ് R0, R1 ആണെങ്കിലും R1, R0 ആണെങ്കിലും കുഴപ്പമില്ലല്ലോ. ഇവിടെ എങ്ങനെ വന്നാലും കുഴപ്പമില്ല. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് എന്താണ്? ആഡ് R1, R0.
ഇല്ലെങ്കിൽ R0,R1 ഓട്ടോമാറ്റിക്കൽ. ഓക്കെ, ദെൻ എന്താ ചെയ്യുക, R0 കണ്ടെയ്ൻ, ഇപ്പം എന്താണ് R0യിൽ എന്താണ് വാല്യൂ ഉള്ളത്, R0 കണ്ടെയ്ൻ ദി റിസൾട്ട്, ഡി എന്നുള്ള റിസൾട്ട് ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, ഞാനത് വീണ്ടും എഴുതാം. ദാറ്റ് ഇസ് ഡി ഇസ് ഈക്വൽ ടു ഡി പ്ലസ് യു ആണെങ്കിൽ ആഡ് R1, R0. R0 contain D. Okay, so listen, ഇതിൽ ഒരു പോയിന്റും കൂടി ആഡ് ചെയ്യണം. ദാറ്റ് ഇസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് ഈ പെർട്ടിക്കുലർ ബ്ലോക്കാണ് ഇപ്പം നമ്മൾ എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വി നീഡ് ടു ചെക്ക് എന്താണ്, വെദർ ദി വാല്യൂ എക്സും വൈയും ലൈവ് ആണോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അതായത് ആ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് ലൈവ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂവിനെ മെമ്മറിയിലോട്ടും സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ഓക്കെ, സോ ഹിയർ ഓൾസോ എന്ത് ചെയ്യുക, ഇതിൻ്റെ വാല്യൂ ഡിയുടെ വാല്യൂവിനെ എവിടെയും സ്റ്റോർ ചെയ്യുക, എവിടെ സ്റ്റോർ ചെയ്യുക, മെമ്മറിയിലും സ്റ്റോർ ചെയ്യുക. സോ ഡി ഇസ് ഇൻ R0യിലുണ്ട്. അറ്റ് ദ സെയിം ടൈം ഡിനെ എവിടെയും സ്റ്റോർ ചെയ്യുക, ഡി ഇസ് ഇൻ R0 ആൻഡ് ഡി ഇസ് ഇൻ മെമ്മറി ഓൾസോ, മെമ്മറിയിലും. ഓക്കെ, സോ ഹിയർ നെക്സ്റ്റ് എന്താ പെർഫോം ചെയ്യേണ്ടത്, റിസൾട്ടിനെ എവിടെ മൂവ് ചെയ്ത് വെക്കുക, ഇറ്റ് ഇസ് മൂവ് ടു R0, ഓക്കെ, R0യിലുള്ള റിസൾട്ടിനെ എവിടെ മൂവ് ചെയ്യുക, ഡിയിലേക്ക് മൂവ് ചെയ്യുക. ഇത് മൂവ് ചെയ്യാൻ കാരണം എന്താണ്, ഈ ഡി എന്ന് പറയുന്ന വേരിയബിൾ ഇറ്റ് ഇസ് ലൈവ് ഇൻ ദി റിമൈനിങ് ബ്ലോക്ക്. ഓക്കെ, ഡി എന്ന് പറയുന്ന വേരിയബിൾ ഇറ്റ് ഇസ് ലൈവ് ഇൻ റിമൈനിങ് ബ്ലോക്ക് ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, മെമ്മറിയിലും സ്റ്റോർ ചെയ്യും. ഇറ്റ് ഇസ് ക്ലിയർ? ക്ലിയർ ആണോ? ഇല്ല, മനസ്സിലായില്ല. ഓൾറെഡി അതായത് R0യിലുള്ള വാല്യൂ വീണ്ടും വേറെ മെമ്മറി ലൊക്കേഷനിലോട്ട് എത്തും. അതായത് ഇപ്പം ഇതൊരു ബ്ലോക്കാണ്, ഈ ബ്ലോക്ക് ഒരു ബ്ലോക്കായിട്ടല്ലേ നമ്മൾ കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം ഡി ഇസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ എക്സ് ഓപ്പോയി തന്നെ വൈ എക്സ് ഇസ് ഈക്വൽ ടു വൈ ഓഫ് സെഡ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് മാത്രം നമ്മുടെ ബ്ലോക്കിലുണ്ടെന്ന് വെച്ചോ. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, വൈനെ ഞാൻ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്തു, സെഡിനെ വെച്ചിട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്തു. ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബ്ലോക്ക് കഴിഞ്ഞിട്ടും എക്സ് ലൈവ് ആണെന്ന് വെച്ചോ. ദാറ്റ് മീൻസ് എക്സ് ഇസ് എ വേരിയബിൾ വിച്ച് ഇസ് യൂസ്ഡ് ബൈ അതർ ബ്ലോക്ക്. ഇത് ഫോളോ ചെയ്യുന്ന ബ്ലോക്കിൽ എക്സിനുള്ള വേരിയബിൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ എക്സിനെ ഒരു ബ്ലോക്കിൽ എക്സിറ്റ് ചെയ്യുമ്പോൾ ആ എക്സിനെ നമ്മുടെ മെമ്മറിയിലും കൂടി സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ? റീസൺ ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ടോ, ഏതാ അവിടെ കൊണ്ട് തീരുന്നോണ്ടാണോ, അതായത് ആ ഇൻസ്ട്രക്ഷൻ അല്ല, ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് നേരിട്ട് എന്താണ് മെമ്മറിയിൽ നിന്ന് ആ വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഡ്രസ് ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വേരിയബിളിൻ്റെ വാല്യൂ രജിസ്റ്ററിൽ മാത്രമല്ല ഉണ്ടാവുക, ഇറ്റ് മേ ബി ഇൻ ദ മെമ്മറി ഓൾസോ, മെമ്മറിയിലോ സ്റ്റാക്കിലോ എവിടെ വേണമെങ്കിലും ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണോ അത്? അപ്പൊ ഈ യുവിനെയും വിനെയും ഒന്നും അങ്ങനെ മാറ്റിയില്ലല്ലോ, യുവിനെയും വിനെയും ഇങ്ങനെ വേറെ മെമ്മറിയിലോട്ട് മാറ്റിയില്ലല്ലോ. മാറ്റിയിട്ടില്ല. അതായത് ഒരു ബ്ലോക്ക് എക്സിറ്റ് ചെയ്യുമ്പോൾ, ബ്ലോക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുക വെദർ ദാറ്റ് പെർട്ടിക്കുലർ വേരിയബിൾ ഇസ് എഗെയിൻ യൂസ്ഡ് ബൈ സം അതർ ബ്ലോക്ക്. അതായത് സം അതർ ബ്ലോക്സ് എന്ന് പറയുന്നത് എന്താണ്, ലൈവ് ആണോ ഇല്ലെന്ന് നോക്കുക, ആ വേരിയബിൾ ലൈവ് ആണോ ഇല്ലെന്ന് നോക്കുക. ലൈവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ വാല്യൂവിനെ എവിടെയും സ്റ്റോർ ചെയ്ത് വെക്കുക, മെമ്മറിയിലും സ്റ്റോർ ചെയ്ത് വെക്കുക. റീസൺ ഈ സെയിം രജിസ്റ്റേഴ്സ് ആയിരിക്കും വീണ്ടും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം രജിസ്റ്ററിലുള്ള കണ്ടന്റ് പോകും നമുക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ വാല്യൂവിനെ മെമ്മറിയിലും കൂടി സ്റ്റോർ ചെയ്യുക. എന്ത് കിട്ടി? മനസ്സിലായി. ഓക്കെ, ആ രജിസ്റ്റർ ഇപ്പം നമ്മൾ 2 രജിസ്റ്റേഴ്സ് മാത്രമാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 രജിസ്റ്റേഴ്സ് എടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വാല്യൂസ് എന്താണ്, നമ്മൾ വീണ്ടും രജിസ്റ്റേഴ്സിലുള്ള വാല്യൂ മാറ്റിക്കൊണ്ടാണ് ഇരിക്കുന്നത്.
അപ്പം നമുക്ക് ആ വാല്യൂ ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യുക, we need to store that particular value in the memory also. ഓക്കെ, അത് എപ്പോഴാണ് പെർഫോം ചെയ്യുക? ഒരു ബ്ലോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ ചെക്ക് വെദർ ദ റിസൾട്ടന്റ് വേരിയബിൾ ഇസ് ലൈവ് ഇൻ ദ റിമൈനിങ് ബ്ലോക്ക്. ഇഫ് ഇറ്റ് ഇസ് ലൈവ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ആ വാല്യൂവിനെ നമ്മുടെ മെമ്മറിയിലും കൂടി സ്റ്റോർ ചെയ്ത് വെക്കുക ഫോർ ഫെർദർ. ഓക്കെ, സോ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, അഡ്രസ് ഡിസ്ക്രിപ്റ്റർ എന്ന് പറഞ്ഞത് ചെക്ക് വെദർ ദറ്റ് പെർട്ടിക്കുലർ വേരിയബിൾ ഇസ് ഇൻ ദി രജിസ്റ്റർ ആണോ എന്നുള്ളത് നോക്കുക. രജിസ്റ്ററിലോ മെമ്മറി ലൊക്കേഷനിലോ ഉണ്ടോ നോക്കുക. നോക്കിയിട്ട് രജിസ്റ്ററിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, രജിസ്റ്റർ തന്നെ പ്രിഫർ ചെയ്യുക. ഇപ്പം ഇൻ കേസ് ഇപ്പം നമ്മൾ ലാസ്റ്റ് ചെയ്ത സ്റ്റെപ്പിൽ എന്താ ചെയ്ത്, ഡി ഇസ് ഇൻ R0 ആൻഡ് ഡി ഇസ് ഇൻ മെമ്മറി, രണ്ടിലും ഉണ്ട്. ഡി എന്ന് പറയുന്ന വേരിയബിൾ ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ രജിസ്റ്റർ ആസ് വെൽ എസ് മെമ്മറി. സോ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്, എന്താണ്, ഇറ്റ് ഇസ് C is equal to D plus E. ഓക്കെ, സോ അപ്പോൾ ഇപ്പോൾ ഈ ഡിയുടെ വാല്യൂ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഡി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ രജിസ്റ്റർ ആസ് വെൽ എസ് ഇൻ മെമ്മറി. സോ ആ കേസിൽ നമുക്ക് എപ്പോഴും എന്ത് പ്രിഫർ ചെയ്യാം, രജിസ്റ്റർ പ്രിഫർ ചെയ്യാം. മനസ്സിലായോ ഇപ്പം? മനസ്സിലായോ? ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ we used to convert the 3 address statement to code. Okay, വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ കോഡ് ജനറേറ്റ് ചെയ്യാമോ? ഓക്കെ, so consider an expression b minus c into b minus c plus d. A is equal to b minus c into b minus c plus d. So what's the first step? First step എന്താണ് ജോസഫ്? Set equal to b minus c. Let c is equal to b minus c. Okay, second step. വേറൊരു വേരിയബിൾ എടുത്തിട്ട് t into t. ഏതാണ്? t into t. c. Okay. Then വേറൊരു വേരിയബിൾ d സ്റ്റോർ ചെയ്തിട്ട് d എടുക്കണോ, നേരെ ഇതിലേക്ക് അസൈൻ ചെയ്താൽ പോരെ? b equal to u plus d. മാക്സിമം കോഡ് റെഡ്യൂസ് ചെയ്യാം നമുക്ക്. So it is u plus d. Okay. ഇതിന്റെ t is equal to b minus c എടുത്തിട്ട് പിന്നെ a is equal to t star t plus d എന്ന് എഴുതിയപ്പോൾ ഏതാ മനസ്സിലായില്ല. t is equal to b minus c, അത് കഴിഞ്ഞിട്ട് പിന്നെ a is equal to t star t plus d എന്ന് എടുത്തപ്പോൾ t star t plus d ആ. നമുക്ക് 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, മൊത്തം 3 അല്ലേ വരുള്ളൂ ഓപ്പറൻസ്, 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും. ഓക്കെ, എപ്പോഴും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, ഒരു വലിയ എക്സ്പ്രഷനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മാക്സിമം 3 ഓപ്പറൻസേ വരുള്ളൂ. ഒന്ന് 2 ഇൻപുട്ട് ആൻഡ് 1 which represents the output. ഓക്കെ, സോ അപ്പോൾ ഇതിൻ്റെ കോഡ് ഒന്ന് ജനറേറ്റ് ചെയ്തേ. So the first is the statement. Code. Address descriptor. Register descriptor address. So here also consider the 2 registers. Okay. Minimum registers with computation performed here. So the first is t is equal to b star
ബി മൈനസ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എസ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് മുബിൻ മുബിൻ ആ പറഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ആ മൂവ് കാണാനില്ല. മൂവ് ബി കോമ ആർ 0. ഫസ്റ്റ് സ്റ്റെപ്പ് മൂവ് ബി കോമ ആർ 0. ആ മൂവ് ബി കോമ ആർ 0. So register descriptor R0 contain okay. Next step on പറഞ്ഞേ. sub C comma R0. Sub C comma R0. So here R0 contains the result sub C comma R0. So R0 contains എന്താണ്? T. So T is in R0. T is in R0. So next step എന്താണ്? U is equal to T star T. So T is already present in ഏത് രജിസ്റ്റർ ആണ്? R0 എന്നുള്ള രജിസ്റ്ററിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു രജിസ്റ്റർ വെച്ച് പെർഫോം ചെയ്യാൻ പറ്റും. T is already present in രജിസ്റ്റർ ഏതാണ്? R0. So we can write എന്താണ്? We can write a statement. കോഡ് അപ്പം എങ്ങനെ ജനറേറ്റ് ചെയ്യാം? MUL R0, R0 തെറ്റാണ്. ഏത് MUL R0, R0 രജിസ്റ്റർ തന്നെ യൂസ് ചെയ്യാൻ. റീസൺ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ U ആണ് ആവശ്യം. വീണ്ടും നമുക്ക് B മൈനസ് C ആവശ്യമില്ല അല്ലേ? അപ്പം നമുക്ക് എന്ത് സെയിം രജിസ്റ്റർ, ആ രജിസ്റ്ററിൽ തന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? രജിസ്റ്ററിലേക്ക് തന്നെ ആ വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാം. സോ ഇറ്റ് ഇസ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് U is equal to T star C. So here നമുക്ക് എന്ത് മൂവ് ചെയ്യാം? Sorry, we can write the code as MUL of R0, R0. So now R0 contains എന്താണ്? Now R0 contains U. So here we can write U is in R0. Okay. So the next statement എന്താണ്? A is equal to U plus B. Okay. So U is already present in ഏതാണ്? Register R0 ആണ്. U is already present in register R0. So എന്ത് ആഡ് ചെയ്താൽ മതി നമുക്ക്? എന്ത് ആഡ് ചെയ്താൽ മതി? D, R0. ചെയ്താൽ പോരെ? Is it right? ശരിയാണ്. അപ്പം നമുക്ക് R0 എന്താണ്? R0 contain B. And here we can write എന്താണ്? R0 contains A അല്ലേ? റിസൾട്ട് അല്ലേ R0 ഉള്ളത്? So A is in R0 as well as എന്ത് ചെയ്യുക? A is in memory also. A എവിടെയും സ്റ്റോർ ചെയ്യുക? memory also. Here also we need to move എന്താണ്? The result A R0 to A. R0, A. We need to move the result to A. Okay.
ക്ലിയർ ആയോ എന്ന് വെച്ചിട്ട് ക്ലിയർ ആണ്. ജനറേഷൻ ജസ്റ്റ് 3 അഡ്രസ് കോഡായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ കോഡ് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, കോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം എന്താണ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ നോക്കാം. ഓൾറെഡി ആ വേരിയബിൾ രജിസ്റ്റേഴ്സിലാണെങ്കിൽ അത് തന്നെ വീണ്ടും റിയൂസ് ചെയ്യാൻ നോക്കാം. അറ്റൻഡൻസ് ഒന്ന് എടുത്തത്. അറ്റൻഡൻസ് ആദ്യം അഭിജിത്ത്, സപ്ലൈ സപ്ലൈ അഭിജിത്ത് വന്നിട്ടുണ്ടോ മിസ്റ്റർ? ഹോൾ ടിക്കറ്റ് എവിടെയല്ലേ ഇരിക്കുന്നത്? ആണോ, വന്നിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? അഭിജിത്ത് വന്നിട്ടുണ്ടല്ലേ, ഞാൻ ചെക്ക് ചെയ്തോളാം. അക്ഷര അക്ഷര അഞ്ജലി മിസ് അഞ്ജു മിസ് അഞ്ജു ഉണ്ടായിരുന്നു, അവളുടെ നെറ്റ് കട്ടായി ഇപ്പോ. ആൻറ്റോ മിസ് അപർണ ഡി അപർണ പ്രതാപ് മിസ് അവളും ഉണ്ടായിരുന്നു, അവളുടെ നെറ്റ് ഇപ്പൊ പോയതാന്നാ പറഞ്ഞത്. അപർണ ശരിയാണോ? അപർണ പ്രതാപിന്റെ. അരവിന്ദ് മിസ് പ്രസന്റ്. ആരവ് പ്രസന്റ് മിസ്. അർജുൻ ബിച്ചുവിന് എക്സാം ഉണ്ടല്ലേ? ജീവൻ പ്രസന്റ് മിസ്. ജോസ്വിൻ പ്രസന്റ് മിസ്. സരാഷ് പ്രസന്റ് മിസ്. മാധവ് മിസ് അവനും ഉണ്ടായിരുന്നു, അവന്റെ റേഞ്ച് ഇഷ്യൂ. മറിയ മെർലിൻ പ്രസന്റ് മിസ്. മുബിൻ മിസ് ചാറ്റ് ബോക്സിൽ ഇടുന്നു. ഹാഫിസ് പ്രസന്റ് മിസ്. റുബിൻ പ്രസന്റ് മിസ്. നജ്മയ്ക്ക് എക്സാം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? നൗറിൻ ചാറ്റ് ബോക്സിൽ ഇടുന്നു. പാർവതി ഉണ്ടായിരുന്നതല്ലേ? സാന്ദ്ര പ്രസന്റ് മിസ്. ജി പ്രസാദ് ശ്രുതി മിസ് ചാറ്റ് ബോക്സിൽ ഇടുന്നു. വിഷ്ണുപ്രിയ പ്രസന്റ് മിസ്. ഓക്കെ. അജീന പ്രസന്റ് മിസ്. അഖിൽ പ്രസന്റ് മിസ്. ജോസ്മി ആബ്സെന്റ് ജോസ്മി, പാർവതി, നജ്മ, മറിയ, പാർവതി ഉണ്ടായിരുന്നു. ബിജു, അപർണ ഡി, അക്ഷര, അഭിജിത്ത്. ഓക്കെ, സോ നെക്സ്റ്റ് 4th അവർ കാണാം. താങ്ക് യു.